ദൈവത്തിന്റെ വചനമുള്ള കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലര് കർത്താവേ ഭവനങ്ങളിൽ സൗഖ്യമില്ലാതെ വിവിധ രീതിയിലായിരിക്കുമ്പോൾ കർത്താവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ വിശ്വാസത്തോട് പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം നൽകുന്നത് മരണപ്രകാരം ആയിരിക്കുന്ന സ്ഥാനം കർത്താവെ അവരെയൊക്കെ സൗഖ്യം നൽകി സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. ഒരുമിച്ച് പാട്ടുപാടി കർത്താവിനെ സന്തോഷിപ്പാൻ തിരുമേനി ഞങ്ങളെ സഹായിച്ചാണ്. പ്രാർത്ഥിപ്പാൻ വിധങ്ങളും കർത്താവെ കൃപ നൽകുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവസഭയായിട്ട് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ധനിക്കുള്ള വചനപ്രകാരം കർത്താവെ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വലിയ ദൈവത്തിന്റെ വിടുതൽ കർത്താവ് നൽകി പ്രിയപ്പെട്ട ഓരോരുത്തരെയും മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്നവരെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നും നുറുങ്ങി ഇരിക്കുന്ന ഹൃദയത്തെ അവിടുന്ന് ഒരു നാളും നിരസിക്കില്ല കർത്താവേ. സ്തോത്രം. അവിടുന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാണ്, അവരെ സഹായിച്ചാണ്, അവരെ ബലപ്പെടുത്തിയാണ് കർത്താവേ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടെയും പേരുപേരായി അനുഗ്രഹിപ്പാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷത കർത്താവിനെ ദാസനെ ഓർക്കുന്നു. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസനെ ഓർക്കുന്നു. കർത്താവ് കാലുവരെ കുശലം മറഞ്ഞിരുന്നോണ്ട് ഞങ്ങളോടുള്ള അന്നപ്പാടുകൾ അറിയിപ്പാൻ പ്രിയകർത്തദാസനെയും ബലപ്പെടുത്തുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അങ്ങനെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി കാലുവരെ കുശൽ ജീവനെ നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഒരിക്കൽ കൂടി ഉയർത്തുന്ന ഒരു രാത്രിയാകുവാൻ ഞങ്ങളെ സഹായിപ്പാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന സർവ്വ മഹത്വം ഞങ്ങൾ കർത്താവിന് സമർപ്പിക്കും. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകളായി നന്ദിയോടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുന്ന സർവ്വസ്നായ ഒരുമിച്ച് നമുക്ക് പാട്ടുപാടി ദൈവത്തെ മോശപ്പെടുത്താം. എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മോശപ്പെടുത്തുവാൻ ഇസ്രായേലിൻ ദൈവമേ Amen.
കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാൻ നമ്മുടെ കുടിവെള്ളിന്റെ അനുഗ്രഹത്തിനാണ് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാമല്ലോ. കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടു ദൈവസ്ഥലം വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് കർത്താവ് നമ്മോട് കൃത്യമായി സംസാരിക്കാൻ പറ്റണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങളുമായിട്ട് നാം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. സൗഖ്യമില്ലാതിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, മാനസിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ഇന്ന് ഈ ഉയർപ്പിന്റെ നാളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുമ്പോൾ കർത്താവ് കൃത്യമായി അവർക്ക് സംസാരിപ്പാൻ, അവർക്ക് രോഗത്തിന് സൗഖ്യം നൽകുവാൻ, അവർക്ക് ബലം നൽകുവാൻ, ദൈവ ശക്തിയാൽ നിറയ്ക്കുവാൻ, അവർ വളരെ പ്രത്യാശയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ അരുമനാഥന്റെ വരവിന്റെ സമയങ്ങൾ ആഗതമായിരിക്കുമ്പോൾ നമ്മൾ ഒരുക്കത്തോടു കൂടി ആയിരിക്കാൻ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. വളരെ ഒരുക്കത്തോടെ ദൈവസ്ഥലായിരിക്കാൻ പറ്റും. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവൻ സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യനായ കർത്താവാണല്ലോ. ഹല്ലേലൂയ. സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന്റെ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. കർത്താവിനോട് സ്തോത്രം ചെയ്യാം.
അവൻ കർത്താവ് കൃത്യമായി നമ്മോട് സംസാരിക്കാൻ പറ്റണം. കർത്താവിന്റെ വചനവുമായി നമ്മുടെ ബുദ്ധിയെ ദൈവദാസന്മാർ എഴുന്നേൽക്കുമ്പോൾ കാൽവരി ക്രൂശിൽ മറഞ്ഞു നിന്നുകൊണ്ട് നമ്മോട് കൃത്യമായി ഇടപെടുവാൻ, നമ്മോട് ഉള്ള അരുളപ്പാടുകൾ അറിയിപ്പാൻ, നമുക്ക് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ നമ്മോട് അരുളപ്പാടുകൾ അറിയിപ്പാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. അമ്മ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുമ്പോൾ കൃത്യമായി നമ്മോട് സംസാരിക്കപ്പെടുന്ന വചനമാകട്ടെ, നമുക്കത് ജീവനും ചൈതന്യവും നൽകുന്ന ദൈവത്തിന്റെ വചനമാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എമോസിലേക്ക് പോയ ശിശുമാരുടെ വചനം തെളിയിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്ന് വചനം ഓർപ്പിക്കുന്ന പ്രകാരം ഹല്ലേലൂയ. നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കട്ടെ. വചനം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തുവാൻ വെക്കണം. ദൈവത്തിന്റെ നാമത്തിന് ബഹുത്തമാകുവാൻ വെക്കണം. കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ രാത്രിയില് ദൈവവചനം നമുക്ക് വാഗ്ദത്തം നൽകുന്ന പോലെ സഭയുടെ ശുദ്ധിയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വിശ്വാസങ്ങളുടെ പ്രാർത്ഥന ദീനക്കാരന് സൗഖ്യം നൽകുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ അത്ഭുത രോഗസൗഖ്യം രാത്രിയിൽ വ്യാപരിക്കട്ടെ. അവൻ ദൈവശക്തി പ്രാപിച്ച് ഹല്ലേലൂയ. അവൻ സൗഖ്യമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാമല്ലോ. ഹല്ലേലൂയ. ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ ശക്തം വചനം നമ്മെ ബലപ്പെടുത്തുവാൻ, അവൻ നമ്മെ ശക്തീകരിക്കാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. അവൻ മുന്നിലുള്ള പ്രതിസന്ധികൾ കണ്ട് അവൻ പകച്ചു നിൽക്കുവാനല്ല. ഹല്ലേലൂയ. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ, ജനത്തെ സമഭൂമിയാക്കാം മല്ലിച്ചിത കർത്താവിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. ഇത് സൈന്യത്താലും ശക്തിയാലും സംഭവിക്കുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കരങ്ങളുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച സഭയായിട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രിയ സോനു വർഗീസ് ബാബ ഒരുമിച്ചുള്ള സഭയായിട്ടുള്ള പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുന്നതായിരിക്കും. പ്രിയ ബ്രദർ സോനു പ്രാർത്ഥനയിൽ സഹായിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ദൈവസ്ഥലത്തിലായി മുടക്കിയാണ്. മഹാപരിശുദ്ധന്റെ നിത്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിലായി കർത്താവേ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ പാടി ആരാധിപ്പാനല്ല, സ്വർഗീയ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന മഹാസ്നേഹത്തിന് സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രി നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുപോലുള്ള കുറവശങ്ങളെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതിന് അയോഗ്യമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പിഴവുകളെയും കുറവുകളെയും ബലഹീനതകളെയും ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാപത്തെയും അനുസരണക്കേടെല്ലാം കർത്താവേ ഇന്ന് രാത്രി ദൈവമേ നിന്റെ സന്നിധിയിലിരുന്ന് കർത്താവേ ഞങ്ങൾക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ കർത്താവേ രോഗികൾ കർത്താവേ സൗഖ്യമാകണമേ, ബലഹീനര് ബലപ്പെടുവാൻ നീ സഹായിക്കണമേ. കർത്താവേ വിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവര്, നേരുന്ന വിഷയങ്ങളുടെ മധ്യയായിരിക്കുന്നവര്, പ്രതിസന്ധിയുടെ മധ്യയായിരിക്കുന്നവര്, ജോലിയോടുള്ള വിഷയത്തില്, ഭവനത്തിന്റെ വിഷയത്തില്, എല്ലാത്തിനും വേർപാടിന്റെ വിഷയത്തിലായിരിക്കുന്നവരെല്ലാം ദൈവമേ എന്ന് സന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാം കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുവാൻ, ദൈവമേ അവരുടെ ജീവിതത്തിലെല്ലാം വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ, ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ സ്വർഗീയ പിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്റെ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ ഹല്ലേലൂയ കർത്താവേ, നിന്റെ അഭിഷിക്തന്മാരെ ദൈവമേ എന്ന് കർത്താവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ തക്കവണ്ണം അവിടുന്ന് യോഗ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾക്കപ്പെടുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ തക്കവണ്ണം, മാനസാന്തരത്തിൽ ഉതകുന്നതായി തീരുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിലേക്ക് അടുത്തു വരുവാൻ തക്കതായി തീരുന്നത് വണ്ണം എന്റെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഇന്നത്തെ ആരാധന സംബന്ധിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, കുടുംബമായി വ്യക്തികളായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ വിഷയത്തിന്മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ. സങ്കീർത്തനത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ. ദൈവമേ നിന്റെ അഭിഷേകത്തിന് അതിനുവേണ്ടി കർത്താവേ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളുടെ വിവരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകത ഓർക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയ് കുടുംബം, യുഎയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രത്യേകാല നാട്ടിൽ നിന്ന് ചില പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രിയ ഏഞ്ചലിൻ ഷിനോജ് ചില നാളുകൾക്ക് ശേഷം നമ്മുടെ ഈ ആരാധന ജോയിൻ ചെയ്തിട്ടുണ്ട്. ദുബായില് ചില നാളുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് അറിയുകയുണ്ടായി. ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഔദ്യോഗിക മണ്ഡലത്തിൽ അതുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിദേശത്തായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ആരാധനയിൽ ഒരുമിച്ചായിരിക്കുന്നില്ല. കർത്താവ് സഹായിക്കട്ടെ. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരംഭത്തില് സാക്ഷ്യത്തിന് വേണ്ടി അല്പസമയം വേർതിരിക്കുന്നു. പ്രത്യേകാല നമ്മുടെ പ്രിയ ലിജു തോമസ് ഫിലിപ്പ് ക്രിസ്റ്റി പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തില് കർത്താവ് ഒരു ദിവസം കൂടെ, ഒരു വർഷം കൂടെ ദാനമായി നൽകി. പ്രിയപ്പെട്ടവർ ഇപ്പോൾ സാക്ഷ്യമായി ചില വാക്കുകൾ ഓർപ്പിക്കും. അതിനുശേഷം നമ്മുടെ ബ്ലെസ്സൻ അൻസു പ്രിയപ്പെട്ടവരെ അല്പസമയം സാക്ഷ്യത്തിന് വേണ്ടി വേർതിരിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയം നമുക്ക് വേർതിരിക്കാം. ആരംഭത്തില് പ്രിയ ലിജു ക്രിസ്റ്റി പ്രിയപ്പെട്ടവരെ അതിനായി ക്ഷണിക്കുന്നു സാക്ഷ്യത്തിനായി. കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, എന്റെ നാഥന്റെ ദാനമല്ലാതെ പുകഴുവാനൊന്നുമില്ല. കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, എന്റെ നാഥന്റെ ദാനമല്ലാതെ പുകഴുവാനൊന്നുമില്ല. എന്നിൽ നിറയുന്ന നന്മകൾ അന്യനായി നൽകിടുവാൻ നീ കനിയണമേ. നീ ചെയ്ത നന്മകൾ കാണുമ്പോൾ നിന്നോട് കരുണയെ ഓർക്കുവാൻ കൃപ തരണേ. എന്നിൽ നിറയുന്ന നന്മകൾ അന്യനായി നൽകിടുവാൻ നീ കനിയണമേ. നീ ചെയ്ത നന്മകൾ കാണുമ്പോൾ നിന്നോട് കരുണയെ ഓർക്കുവാൻ കൃപ തരണേ. കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, എന്റെ നാഥന്റെ ദാനമല്ലാതെ പുകഴുവാനൊന്നുമില്ല. കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, എന്റെ നാഥന്റെ ദാനമല്ലാതെ പുകഴുവാനൊന്നുമില്ല. കർത്താവ് തന്നതല്ലാതെ. ആത്മാർത്ഥമുണ്ടാകട്ടെ. ഒരു വിശ്വാസം ദൈവത്തിന്റെ മധ്യത്തിൽ അടിയൻസും പ്ലാറ്റ്ഫോമിൽ കുടുംബമായ സാക്ഷി നിൽപ്പാൻ സ്വതന്ത്രത്തെ വായവയ്ക്ക് തമ്മിൽ സാവകാശവും തമ്മിൽ സൂചിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. ഞങ്ങൾ ജോലി മേഖലയിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം ഓരോ ദിവസവും അനുഭവിച്ചറിയാൻ സ്വതന്ത്രയിൽ ഞങ്ങൾക്ക് ആദ്യം ഒരുക്കി തന്നു. നാട്ടിലായിരുന്ന സമയത്തും കർത്താവിന്റെ കൃപ ഞങ്ങൾ കൂടെയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിടുതലൊക്കെ നൽകി തന്നു. മറ്റു സമയത്ത് എല്ലാത്തിനും കർത്താവിന്റെ കൃപയും സാന്നിധ്യം അടിയങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേക കഴിഞ്ഞ സൺഡേ അടിയൻ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കാൻ സ്വന്തം സഹായിച്ചു. ഇന്ന് അടിയങ്ങളുടെ കുടുംബജീവിതത്തിൽ 4 വർഷം പൂർത്തിയാകാൻ ഇപ്പോഴത്തോളം നടത്തിയ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും പ്രവേശവും അർപ്പിക്കുന്നു. തുടർന്നും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അയക്കാൻ എല്ലാ ദൈവത്തിനെയും പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേക പൈതൽ നാട്ടിലയക്കുമ്പോഴും അവരെ കർത്താവിന്റെ കൃപയിൽ ദൈവം പരിപാലിക്കേണ്ടതിന് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയും ചോദിക്കുന്നു. അവളെ പരിപാലിച്ച് വളർത്തേണ്ടതിന് മാതാപിതാക്കളെയും ദൈവം പരിപാലിക്കേണ്ട എല്ലാ ദൈവമക്കളുടെ ദൈവദാസന്മാരും വലിയ പ്രാർത്ഥനയും ചോദിച്ചു. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ. എൻ്റെ ബ്രദറ് പ്രിയ ഡാനി ചില ദിവസങ്ങളായിട്ട് കഴുത്തിന് ശാരീരികമായി സൗഖ്യമില്ലാതെ കഴുത്തിന് വേദനയായിട്ട് ഭാരപ്പെടുന്നു. ഇന്ന് ഡോക്ടറെ അടുത്ത് പോകുവാനും കഴുത്തിന് തേയ്മാനമുണ്ടെന്ന് അറിയുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ആവശ്യത്തിന് മേൽ ചോദിക്കുന്നു. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവനും കഴിഞ്ഞ ദിവസം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച വിശ്വാസ കുടുംബങ്ങൾ എല്ലാവരും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാകരങ്ങൾ ഞങ്ങളെ വഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യം. പ്രത്യേകാല
പ്രിയ കുടുംബത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയ ലിജു, പ്രിയ ക്രിസ്റ്റി, അവര് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 4 വർഷം തികയുകയാണ്. പ്രത്യേകാല പ്രിയമോൾ ക്രിസ്റ്റിക്ക് കഴിഞ്ഞ ദിവസം ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചു. ഡാനിയുടെ വിഷയം കേട്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരു വയസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ തന്നെ കഴുത്തിന് വേദനയാലൊക്കെ ഭാരപ്പെടുന്നു എന്ന് കേട്ടു. കർത്താവ് ആ വിഷയത്തിന്മേൽ പൂർണ്ണമായി വിടുതൽ നൽകുവാൻ പ്രിയപ്പെട്ടവരുടെ കർത്താവ് ദാനമായി നൽകിയ പൈതൽ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കാൻ അത്ഭുതകരമായി അവരെ നടത്തുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. തുടർന്ന് ബ്ലസ്സൻ സാക്ഷ്യമായി അല്പസമയം എടുക്കുന്നതായിരിക്കും. ബ്ലസ്സൻ അൻസു കുടുംബം. Praise Lord, greetings to you all in the beautiful name of our Lord and Savior Jesus Christ. Firstly, apologies. Ansu was not able to join because she's still at work and she's traveling back. And my son is there, but then he's been taken care of by the maid, so they're in the other room. To just be very lowly and express what my testimonies are, I've kept myself in another room. Thank you, Pastor Nil, for giving an opportunity to testify this. Our life was not like Pastor Nil said. We have to take at least 10 minutes to express what our life journey was. But then I would say with 10 minutes would not be very easy. There were, as I said, there were ups and downs, and a lot of good things happened. Many a small part of bad things also happened. But then yeah, this is the plan of God. Starting with my parents, introducing myself. My name is Blessing Thomas. I have a son, Adrian Blessing Thomas. He's 3 years old. I have a wife, Ansu Mariam Matthew. We've been married for the last 4.5 years. We've been born and brought up in UAE. Talking about my parents, we come from an Orthodox family. Both my parents, they got blessed and baptized, and all my family, all my dad's side, there are 5 of us. All my mom's side, 5 of us, they got baptized, and we came into Pentecostal. And the next generation, which was us, also came into Pentecostal. And as I said, the journey was pretty much bad. So being an Orthodox family, I could see that all our relatives used to not agree to us, because at that point of time, it was early 80s when you turn into Pentecost, and it was not an easy journey. This is what I've heard from my parents. My dad's name is Thomas Varghese. Mom, late Susamma Thomas. It was coming into Pentecostal was not so easy, as I said. All our family are into Orthodox and RC. Then slowly it built up, and our full family was converted. And I would say each side of my parents, there are pastors. So from my mom's side, there are 4 pastors. My dad's side, there are 3 pastors, including my dad, who's a sub-pastor. So he's not become a complete pastor, but then yes, he's been studying then. So yeah, this is how it was. We were initially born and brought up in Mumbai, but then we moved into Mumbai in the year 1993. This was, I still remember the date. My dad was working in Orissa, Rourkela. That is when we moved into Mumbai, and that is when the riots were happening. And I could still, like I was just 3.5, 4 years old, and I still remember the night that there were riots, and we were running around, and there were people behind us starting to killing us. And we ran. Like, mom took me. My brother was not, he was very young, so my mom was pregnant. We ran, and then we closed the door. We got an entire cupboard, and then we stopped, and that's how we got saved. That's how we started with our journey in Mumbai. And as I said, even in Mumbai, we started with nothing. All bless comes from my parents, who are very strong in faith. My mom was a very strong faith. She used to, I would say, she was the pillar of our family. That's when we started. We used to rent a small hut. From a small hut, my parents started building house. I still remember the first house which we built. My dad used to carry initially bricks and stones from a place, because the land where we got, it was too inside. It was inside a jungle. So jungle means there was no transportation, and we used to carry all of these, and it took us 3 years to build a house. And the house was just 1 year old. And then in a matter of 3 or 4 years, I would say we were able to make our first house in Mumbai, and then we started growing. I think it was all with prayers. Now we have around 4 to 5 houses in Mumbai. That is just from my parents' side. It's all with prayers, because
every time my dad used to build a lot of things, and they were very ambitious how to grow up. The only thing when my mom wanted was, whatever we didn't get, my children should get. So we got the best education. I was studying in Wilson College, so this is at Churchgate. Even those days, there were many things which had happened. One of those, I could recollect two major incidents which happened in my life. One was, it was flood 2000. It was early flood, and the whole Mumbai was sunk. I was in the college, and we were not able to come back. We stayed at the railway station for 2 days, and then my uncle took to an hotel, and so 3 days we were stuck and not able to come back. So there also my Lord saved me, and I was able to again go back to my family. Next incident, I do recollect when there was a terrorist activity in Taj Hotel, and my college is in Churchgate, Mumbai. So even there, I was stuck. I was in the hotel. We were able to come out at the right time, and there I got saved. There also, my mighty God saved me. Third incident was when the local train blast. So I just missed with one train, or else I would have not been here sitting. It was just a missing of one train because I had missed a lecture, and I was just returning. And then when I landed, like when I boarded the station, I stay in Malad. So when I boarded at the station, that's when I heard like the train behind me was blasted. So there were around 7 to 8 train blasts. So there we got saved. And same with my brother, same with my mom. Mom was also working. Mom was working. My mother was working as a nurse. Things went very good. After that, we were very much in faith, very much in, I would say, the pillar were my parents and my grandparents, who used to pray a lot for us. In the coming years, then I did my graduation. I completed my graduation in BSc IT. Then I did my higher education in MBA. So this all were my pillars, because I used to never think that I would go for higher studies, but then it was my parents who used to force me and do it. But then I could now realize how efficient and how effective it is when our parents, instruct us. Growing with faith, we go in Assemblies of God Church, Malad, Mumbai. That's my home church. And I was, after my graduation, I did my, we started with a job called Zorient. It was an Amazon company. I was working with Amazon for 2 years. That is when I got married. I got married with Ansu in the year 2015, December, I'm sorry. And we stayed back in Mumbai itself. Ansu also shifted back to Mumbai. She was in Sharjah. I would say in a 7 months time, Ansu's parents used to always ask me to come here and find a job. So, but then I was never agreed to that fact that I should come there and search. And God's wonder worked for me. I was supposed to go for US. However, the US visa, the H1 visa, it had some problem, and we were not able to crack that. The next thing which I've got was I've got a transfer here in Dubai. So it's a Canadian company again. We got a transfer over here, and me and Ansu soon were able to come here and, blessed with, and we were here staying in Sharjah for another 1 year. I would say it was a blessing. Sharjah was a very blessing for us. That's when I got my, apart from my parents' house, that was my first time I bought my own house. We built a house in Kerala. We bought a house in Mumbai. So that's in a span of 2 years coming to Dubai, we did a lot of savings, and everything I would say was going perfect. And in the year 2018, I was blessed with a baby boy. His name is Adrian. He's my son. He's 3.5 years old, and he's going to school right now. We were blessed, and my mom was the most excited person, I would say. And as I said, everything was coming stack by stack. We were going up and up, up and up. I never thought that there would be one position in my life where everything would crumble down. I still remember that day. It was March 10th, 2019. I was at my office, and the previous day I had called my mom. She has this problem of migraine. So it was quite common of her having this migraine, and also she was here for a couple of months. So once my kid was born, so she was here from say June 21st is when my son was born.
She came here by end of first week of July, and the whole month she was here. So she was like, Papa, this is what she said, and she left. So November end, December first week is when she left for Mumbai. Very happily, dad came to pick her up, everything. So she was supposed to come back in the month of February, but then our Kerala house was under construction, so she stayed back. Not that she went to Kerala, but then she had some commitments back in Mumbai. Again, this happened in the day of around March first week. She had a very high migraine, and we thought like it was a normal migraine. We checked doctors over here, and it said that it is just a number problem, the eye problem. This would be resolved. So when we went back, and it was 10th of March, I would believe, the previous night, I called up my mom, and she was vomiting, and I asked her, what is it? So mom said, "Inki uttri talavedana undu. Inki inekam pattunnilla." This is what she said, and she was lying on the floor, on the bed, and she was vomiting. So I was like, "Mama, don't worry, everything will be fine." And the next day I'm trying to call her, nothing is happening. So I was in office, and all the meetings were done. So by afternoon, I get a call from an auntie. So the only thing which they said was, you know what, Mone etra pettanna veran pattuvo atram pettanna nee Bombay lotu varana. So I was not understanding what was happening. I knew something was wrong, and the next thing is my dad calls up, father calls up, and he says that he cries. He just cries. He doesn't say anything. So that's when I realized something is really bad. The very moment I saw that, we got a flight and then went back to Mumbai, and I was the only one who was supposed to go, but then my brother also accompanied me. I have one younger brother. His name is Bipin. He stays with me. We went back, and the first thing which we landed back in Mumbai, the first thing which we saw was she was on a ventilator. We were not able to understand what was happening. That's when we tried to recollect what happened, because when she was taken to the hospital, my son was with my mother, because she used to never leave my son. She was very attached to them. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് മമ്മിക്ക്, എന്താ പ്രോബ്ലം? ഞാൻ പറഞ്ഞു ഒത്തിരി തലവേദന ഉണ്ടായിരുന്നു, രാത്രി തന്നെ ഹോസ്പിറ്റലിൽ നടന്നുപോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് നഴ്സുമാരോട് പറഞ്ഞു, and then they put some drip, and she was on the bed, and she was semi-conscious, and doctor said you have to take an MRI, and you have to come back. So she went for an MRI. She was very much in pain. The whole time the kid was with her, my son was with her. She used to never leave her even for a sec. Even when she was in heavy pain, she used to say like, all of these. So it really made an impact. And MRI, the time when they took her to the MRI, so there were my pastor uncle, and there were a couple of people around. So the only thing mom said was, Satyam para enda result vannu enikariya ende talachoru pottiyan. So this is what she said, because what happened was she had an aneurysm. It's a boil which comes inside your vein, and it burst. So she said at the point of MRI is when the aneurysm burst, and mom was saying that ende andyam vannu, like inim thirichu varthilla enikariya ende talachoru pottiyan. So people are trying to convince her that nothing happened, but then mom knew what is happening. So we took her to the hospital. That's when we were not there. I'm sorry, our church pastor uncle, everyone took her to the hospital and got her admitted. Yet she was not ready to leave my son. She was so close, and at the very last moment, we had to take the son away, because she was breathing hard. She was on an unconscious mind and not sure what was happening. It was really hard. That's when we understood that there were multiple aneurysms which was developing in our brain. Things went bad. We consulted the best doctors, and everything went bad. So I would say next 7 to 10 days, it was the worst day of my life, because there was no, we were not having any food. We were not even sleeping. We were we are not allowed to go inside the hospital to see her. But then there was a nurse who was there
with like God's grace, we were able to see her with time to time whenever, like 2 o'clock, 3 o'clock at the night when doctors were not there, we were able to see her. It was a bad. I have never seen. My mom is just 50 that time, and she was very young. She was very active. She was in the church, and the only thing which I could see is one cloth and completely body filled with multiple instruments, right from her head to her toes. Everything has been connected with I don't know what. There were 15-20 injections happening at the same time, so I'm not sure what was happening. We consulted, and I was seeing my mom. I was weak. I did not know what happened. For the 10 days, we went very bad, and doctor suggested that instead of there are two surgeries which could happen. One was either you can have an open brain surgery, and the second one is to have a catheter pass through your veins, and then it goes right into your brain. So, but then it says it's very complex, and you have to go with an open brain surgery. We went with an open brain surgery, and so there's a doctors. The first night we were happy. Doctor said that everything would be good, nothing would there would be no problem at all. So they started with surgery. The surgery went for I would say somewhere around 11 hours, and doctor came out, and we were on the 7th, 8th day. I was helpless. I was weak. I was not able to cry because everything has even if I wanted to cry, I had no tears left. Doctors come out with an assistant. He said, like, we cannot do anything because the brain is it's huge. The brain is it has you can't work on the brain right now because it is a bit it's a really hypo. You have to wait for the brain to come lower down. The pressure should come down. So we waited for 3 days, and the pressure did not come down. Later on, we got another doctor who said that you have to put up another catheter because now you cannot do an open brain surgery. So that time, the brain was open, everything was open, and we had no other choice to stay in the same hospital rather than going to another one. That's where things went really bad. Next thing was we started with a cathedral. There's another thing called I do not know what that instrument is. They start with your thighs, and then the whole tube goes around your head. Now we had no idea because my mom had no insurance, nothing back in India. Because when I was in India, I had insurance, but then there was nothing. We were spending, I would say, in a matter of 7 to 8 days, we spent like 35 to 55 lakhs. It was going, everything was going in water. Money was flowing. We had no problem with the money also. We were able to do that because blessing. The last day when the final, there was another surgery, the third surgery, the second surgery was also not success because the brain was still under high pressure. The third thing came up is when mom's, we put, the tube was put in, and the doctor came out, and the doctor said that, it was a success. And that was the first day we slept. And unknowingly what happened, and we were so happy. And after on the 11th day is when I went to my house. We freshened up. I had my food. Dad had my food, and we came back. And as soon as we were back to the hospital to see my mom, everyone is around my mom, but then no one is answering what is happening. So they say that there's another EEG which has happened, which sees your brain movement. Now there is what happened. Though we were said that it was a success, the previous night only my mom passed away. The brain was dead and nothing to happen. It was only only with the help of ventilator she was away. I had no other option to tell my dad because my dad cannot take it. My brother cannot take it. Doctor said that, it's bad to keep her alive. You have to put the ventilator off. I went to my dad and tried to express him. Like I took him first to my house, told him, Papa, Dad says, don't worry, she'll be fine. She's just waiting. Doctor said the operation was a success. I did not know what to tell because I had no support. My support was my mom. Mom left. We had no other option. This is where there was another person who comes and tells my dad, like, your wife is dead. What are you doing here? And I did not know how to tell him. I just threw that person, slapped him, and
threw him out of the house, because this is something which I wanted to express. I wanted to tell, and someone comes randomly and says that my dad was completely broken. We went back. I said, like, this is what happened. We have to switch off the ventilator within 2 days because she would slowly deteriorate and then she would go off. And my dad was not ready to sign, because there's an NOC which you have to sign in, saying that you have to switch off the ventilator. I still remember, like, that was the last time the nurse asked me to put the ventilator off, and I still cursed that day when I had to take that option to do it. Neither my brother nor if anyone was there. I don't know, this 11th day, I had this hope that my mom would come back. But then God had another plan. There was plan. I think she was a pillar. I don't know, like, if you have seen her, she was in our church. She was a very nice person. To put that ventilator off was my last thing. And trust me, I still get this bad dream of me killing my mom. And I tried to overcome it, but then it doesn't happen. Slowly, this is what happened, and I was away from faith for good reason. I did not know how to go back in faith. I cannot pray, because I prayed for 11th day. I just asked her, you don't get my mom alive. Even she is dead on the bed, I am able to take care of her. That was also not given to me. So I was away from God, and it took me, this happened in 2019, March 21st, she passed away. It took me good 1 year to understand what is happening, what is will of God. Pastor Uncle used to come to me and says, like, every pastor used to come to me and say, like, pray. But then nothing happens, because I don't want to pray. I don't want to read Bible, because though I have faith, we had strong faith. I knew where we came from, where we are. But then if faith had happened so good, she would have given my mom back. Not, I don't want my mom to be active like 100%. Just give me 5%. I'm happy with that. That also not happened. Things were collected. I would say still I'm trying to recover it. The thing, as I said, it's a dream. I know how I put my ventilator off. There were injection machines. They asked me to put everything off. I don't know why they asked me to do it. So I still remember the day when I was putting everything off in front of my dad. Dad was pulling me, and I was like 1, 2, and then there were 3 switches which we switched it off. It changed a lot. It changed my faith. It changed everything. But then in 1 year, we understood that God has a plan. So there was one word which came up: "Man should not live by bread alone, but by every word that proceeds from the mouth of God." It's not by flesh, it's not by will, but then it's the power of God, or it's the will of God who decides what happens in our life. It's 2021 and everything again back on track. I would say I don't try to talk anything about my parents. Even if I'm like yesterday, 16th September was my parents' anniversary. Sorry, 2 days back. Dad called me and said, like, ലോകത്തിലെ എല്ലാവരും എന്നെ വിഷ് ചെയ്തു, ഞാൻ എന്നെ വിഷ് ചെയ്തില്ല. So I was like 16th September, 21st June. These are all my birthdays, which I do not consider as a date. So let's go away from date. It's really heartbreaking, but then yeah, there's a strong feel, there's a strong faith which happens. It takes time to build. Initially, even I would say it's taking me time for me to build that faith. Where we were, like, I would say we were in rags. Like, we started with a Jhupadapati in Mumbai, and then we grew so big. And in one point, I was thinking, like, we had everything, but then we cannot give everything. And this is how it is. Now we kept as a very, very much in faith. Now recently December last year, my brother got married. We kept a promise that know what happens. There's one time which you have to give it to God. Keep a family prayer. Keep a prayer for yourself. I used to always have a personal prayer, but then between these bad phases, there were things which went off limit. Now we are in a very good phase. We are strong. We are trying to go away. It's been 5 years. I've been in Dubai. There are more plans which are happening next year.
please do pray for us. We are planning to go in another country. It's not sure yet. I was supposed to get a transfer to US Canada last year, but then because of COVID, we were again stopped. That is not happening for some reason, but then we are praying the max that it works, because ours is a Canadian company, and then they have already recruited us. I've already got my offer letter, but then it is just that presence which we need. We require your presence. We require our prayer. My parents will be coming back. My dad would be coming next month, and praising everyone. Thank you for everyone. Please keep us in prayer. Please keep us, Ansu, my dad, brother, Cherian, and Ansu in prayer. Thank you. Praise the Lord. പ്രിയ ബ്ലഷൻ അൻഷു കുടുംബത്തെ പ്രത്യേക പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. പല വിഷയങ്ങൾ പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ചു. ഏറ്റവും വലിയ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയി. ഒന്നിനു പുറകെ ഒന്നായി പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അനുഭവം തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. തന്റെ മാതാവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തങ്ങളെ വിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ആ സംഭവം വളരെ വിശദമായി പ്രിയപ്പെട്ടവൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ. ജീവിതത്തിൽ അനേക വിഷയങ്ങളിലൂടെ കടന്നുപോയി. പ്രത്യേകാല ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്ന കുടുംബാംഗങ്ങള് കർത്താവിനെ കണ്ടുമുട്ടി. എന്നാൽ അതിന് പുറകെ അതിന് പിന്നെയും അനേക വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ അതിന് നടുവിൽ കർത്താവ് അത്ഭുതകരമായി നിർത്തി. പ്രതീക്ഷിച്ചതിലധികമായി കർത്താവ് അനുഗ്രഹിച്ചു. എന്നാൽ പെട്ടെന്നായിരുന്നു പല പ്രതിസന്ധികൾ കടന്നു വന്നു. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അൻഷുവിനെ, പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ അത്ഭുതകരമായി നടത്തുവാൻ, അത്ഭുതകരമായി കർത്താവ് അവരെ പരിപാലിക്കുവാൻ, തുടർന്നുള്ള വിഷയങ്ങളിന്മേലെല്ലാം കർത്താവ് പ്രവർത്തിക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി പ്രിയപ്പെട്ടവർക്ക് കർത്താവ് നൽകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പല വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓർപ്പിക്കുന്നു. പ്രിയ ജിബു ആണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകാല ആരംഭത്തില് ഞാൻ ഓർപ്പിച്ചല്ലോ. പ്രിയ ലിജു, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലിജു, പ്രിയപ്പെട്ടവരെ, ജിബു അല്പം ലേറ്റ് ആയിട്ടാണ് ഇതിൽ കടന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത്. പ്രിയ ലിജു, പ്രിസ്റ്റി കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് 4 വർഷം തികഞ്ഞു. അവരുടെ എല്ലാ വിഷയത്തിന്മേലും കർത്താവ് പ്രവർത്തിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. 1-2 പ്രാർത്ഥനാ വിഷയം കൂടെ പെട്ടെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പ്രത്യേകാല നമ്മുടെ പ്രിയ ജോയൽ സിനിമോൾ, പ്രിയപ്പെട്ട ഒരു കുടുംബമായി കഴിഞ്ഞ ദിവസം ഒരു ഫുഡ് പോയിസണായി അല്പമല്ലാത്ത പ്രയാസങ്ങൾ കൂടെ കഴിഞ്ഞ ദിവസം കടന്നുപോയി. ഇന്നും അപ്രകാരമായിരിക്കുന്നു. എന്നാൽ ചെറിയൊരു വിടുതൽ കർത്താവ് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായി കർത്താവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സോണി, ഷൈജു കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെല്ലാം വലിയ പ്രയാസങ്ങൾ കൂടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നുപോയല്ലോ, കോവിഡ് പോസിറ്റീവായി. എന്നാൽ അല്പം വിടുതൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സോണിക്ക് ഇപ്പോഴും വീസിങ്ങിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. കർത്താവ് പൂർണ്ണമായി വിടുവിക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ടോം ഹണിയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അപ്രിയപ്പെട്ടവരുടെ ശാരീരികമായി നല്ല സൗഖ്യമില്ലാതെ ആയിരുന്നല്ലോ, അല്പമായി വിടുതൽ നൽകിയിട്ടുണ്ട്. പൂർണ്ണ വിടുതലിനായി നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. നാട്ടിലേക്ക് കടന്നുപോയ പ്രിയ ജിജി കോവിഡ് പോസിറ്റീവായി ഭാരപ്പെടുന്നു എന്ന് അറിയിച്ചു. എന്നാൽ ആ വിഷയത്തിൽ അല്പം വിടുതൽ നൽകിയിട്ടുണ്ട്. പൂർണ്ണ വിടുതലിനായി പിന്നെയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ക്രിസ്റ്റി ബിജു, പ്രിയപ്പെട്ടവരുടെ മാതാവ്, നാട്ടിൽ ശാരീരികമായി നല്ല സൗഖ്യമില്ലാതെ ആയിരിക്കുന്നു. പൂർണ്ണ വിടുതലിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജിബു, റൂബി, പ്രിയപ്പെട്ടവരെ, ഈ 23-ാം തീയതി വ്യാഴാഴ്ചയാണ് നാട്ടിലേക്ക് പോകുന്നത്. 12 പ്രാവശ്യങ്ങൾ അത് മാറ്റിവെച്ചു. എന്നാൽ യു എസ് എക്ക് പോകുന്നത് ഈ 23rd തേഴ്സ്ഡേയിലാണ്. അവരുടെ എല്ലാ വിഷയത്തിന്മേലും കർത്താവ് പ്രവർത്തിക്കേണ്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാട്ടിലേക്ക് കടന്നുപോയ പ്രിയ ഷിനി ജോബി, പ്രിയപ്പെട്ട ആ പ്രിയ മോള് പൈതലുമായി അടുത്ത ഈ ചൊവ്വാഴ്ച നാട്ടിൽ നിന്ന് വരുന്നു. യാത്രയിലെല്ലാം ദൈവത്തിന്റെ കരം കൂടിയിരുന്ന് നടത്തേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജേക്കബ് തങ്കച്ചന് മാലദ്വീപിലേക്ക് ബിസിനസ്സുമായിട്ടുള്ള ബന്ധത്തിൽ ചില ദിവസങ്ങളിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അവിടെ ആയിരിക്കുന്നു. അടുത്ത ഫ്രൈഡേ മടങ്ങി വരുവാനൊക്കെ ആഗ്രഹിക്കുന്നു. വിഷയങ്ങളിലെല്ലാം കർത്താവ് പ്രവർത്തിക്കേണ്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പല വിഷയങ്ങളും ഞാൻ ഓർപ്പിച്ചു. ജീവ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചുരുക്കമായിട്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്ന് നടക്കുവാൻ പോകുന്ന ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്താവിന്റെ ദാസൻ ദൈവത്തിന് സംസാരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയുടെ ആത്മീയ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. തള്ളവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ജീവു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി. സ്തോത്രം പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ല രാത്രിക്കായി അടികൾ അങ്ങയെ സ്തുതിക്കുന്നു.
ആമേൻ. കർത്താവെ, അങ്ങയുടെ പാദപീഠയെ എടുത്തുരുവാൻ അടിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പിന്നെയും കൃപ ചെയ്ത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി സ്തോത്രം. ഈ സൂമിൽ കൂടെ കർത്താവ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന അടിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ദൈവരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഇരുവരെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കണമേ. ശുശ്രൂഷകളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേക സാക്ഷിയും വാചകങ്ങൾ കൂടി കർത്താവെ പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ്രിയ ലൈജുനായി കുടുംബത്തിനായി സ്തോത്രം. ആമേൻ. കർത്താവ് ഈ ദേശപ്രിയമുള്ളവരെ കർത്താവ് നിർത്തിയിരിക്കുന്ന വൻകൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്ന പ്രത്യേക കുടുംബ ജീവിതത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കിയതോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക നാട്ടിലായിരിക്കുന്ന പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രിയ ബ്ലസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. വിധങ്ങളായ പ്രതിസന്ധികൾ കൂടിയൊക്കെ കർത്താവെ പ്രിയമുള്ളവർ കടന്നുപോയി. എന്നാൽ കർത്താവിന്റെ കരം കൂടി ഇരുന്നതോർ ദൈവത്തെ സ്തുതിക്കുന്നവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രകാരം കർത്താവെ അവർക്ക് വേണ്ടി കർത്താവ് പുതുവഴികളെ തുറന്ന് കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മീയമായി അനുഗ്രഹിക്കണമേ. എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്താർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവിന്റെ കൃപ കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേക ഞങ്ങളുടെ രോഗികളായിട്ടുള്ള പ്രിയമുള്ളവരെ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രത്യേക പ്രിയ ജോയലിനായി കുടുംബത്തിനായി സ്തോത്രം. പ്രിയമുള്ളവർ ആമേൻ. കർത്താവെ കഴിഞ്ഞ ദിവസം ആമേ ഫുഡ് പോയ്സണാൽ വളരെയധികം ഭാരപ്പെടുന്നല്ലോ. പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ, അങ്ങയുടെ കരം തൊട്ട് കർത്താവെ ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേ അങ്ങയുടെ കരം വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗസൗഖ്യം അവിടെ നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം. ആമേ, പ്രിയമുള്ളവരുടെ മേൽ കർത്താവിന്റെ കരം നീട്ടി ആമേ കർത്താവെ സൗഖ്യം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രിയ സോണിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരമായി ചില ദിവസങ്ങളൊക്കെ ക്ലേശത്താൽ വളരെയധികം ഭാരപ്പെടുന്നല്ലോ. പൂർണ്ണമായി സൗഖ്യമാക്കണമേ. പ്രിയ ഷൈജുവിനായി സ്തോത്രം. തന്റെ ദാസന്റെ ശുശ്രൂഷകളെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ എങ്ങനെ കോവിഡിനാൽ ഭാരപ്പെടുന്ന പ്രിയമുള്ളവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിജി സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോവിഡിനാൽ നാട്ടിൽ വളരെ ഭാരപ്പെടുന്നല്ലോ. പൂർണ്ണ സൗഖ്യം നൽകി കൊടുത്താടുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിവിധ നിലകള് രോഗത്താൽ ഭാരത്താൽ ഒക്കെ പ്രയാസപ്പെടുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം വിടുതലിന്റെ കരം അനുഭവിച്ചറിയുവാൻ ഈ ദിവസങ്ങൾ എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന രോഗികൾക്കെല്ലാം പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകി കൊടുത്താടുന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അല്പസമയം നിങ്ങൾ അങ്ങയുടെ പാദപീഠയായിരിക്കട്ടെ. തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്താടുന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അംഗീകരിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സർവ്വനേശ്വരന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് ഒത്ത് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ദൈവത്തിന് സംസാരിക്കുവാൻ വേണ്ടി പോവുകയാണ്. കർത്തദാസൻ പാസ്റ്റർ പി.കെ. ചെറിയാൻ, നമ്മുടെ ടെസ്സിയുടെ പിതാവാണ്. കർത്താവിന്റെ ദാസന് തുടർന്നുള്ള സമയം ദൈവത്തിന് സംസാരിക്കും. ക്രിസ്തുവില് എന്നെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനാണ്. എന്നാൽ ഇന്ന് സമയം അല്പം മുമ്പോട്ട് കടന്നുപോയി. ഇന്ത്യൻ ടൈം 11:30 വരെയുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവത്തിന് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ കർത്തദാസനെ തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പരസ്പരം കാണുവാനും ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്തുകയും ഇതിനുവേണ്ടി അവസരം ഒരുക്കി തന്ന ദൈവദാസന്മാരോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഷാർജ വർഷിപ്പ് സെന്ററിന്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ വിൽസൺ ജോസഫ്, പാസ്റ്റർ റോയ്, ഇവർക്കെല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കും ദൈവത്തിന്റെ വിടുതലിനുമായി നന്ദി കരയേറ്റുന്നു. ഇന്നേക്ക് 1 വർഷം മുൻപ് ഞാനും ഒരു മാരകമായ രോഗത്തിന് അടിമയായി തീർന്നു. നിങ്ങളും വിവരം അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് നൽകിയ വിടുതലിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഇപ്രകാരം ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നല്ല അവസരത്തെ ഓർക്കുന്നു. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനങ്ങൾ 30 അതിന്റെ 11-ാമത്തെ വാക്യം, 30-ാം സങ്കീർത്തനം, Psalms chapter 13 verse 11.
നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കൂടെ, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. സങ്കീർത്തനങ്ങൾ പെന്തിക്കോസുകാരായ നാം പ്രത്യേകിച്ചും നിരന്തരമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുള്ള സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 150 സങ്കീർത്തനങ്ങളിൽ അത് 5 പുസ്തകങ്ങളായി തിരിച്ച് ദൈവദാസന്മാരായ ദാവീദ്, കോരപുത്രന്മാര്, ആസാഫ്, യദൂഥൂൻ, ശലോമോൻ, മോശ, ഇങ്ങനെയൊക്കെ ഇത്യാദി പ്രിയപ്പെട്ടവർ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ തന്റെ അനുഭവത്തോട് ചേർന്ന് ദൈവം നൽകിയ വിടുതലുകളെ കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായ സങ്കീർത്തനമാണ് ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അകമനസ്സിൽ നിന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്ന ചിന്തകൾ, ദാവീദിന് ദൈവത്തിലുള്ള ആശ്രയം, ഈ വാക്യങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരാറുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ വിവരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. 30-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന, ദൈവത്തിന്റെ വിടുതലുകളെ ഘോഷിക്കുന്ന, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് 30-ാം സങ്കീർത്തനം. പ്രിയ ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ ഈ വല്ലാത്ത കാലഘട്ടങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും ദൈവത്തിന്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലും അനുഭവിപ്പാനായിട്ടിടയായി തീരും. ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ചിന്തിച്ചു നോക്കൂ, പിന്നിട്ട ദിവസങ്ങളിൽ നാം ആയിരുന്ന വിപൽഘട്ടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരുന്നെങ്കിൽ, നമ്മുടെ യാചനയ്ക്ക് കർത്താവ് മറുപടി തരാതിരുന്നിരുന്നെങ്കിൽ, നാമും ശേഷ മനുഷ്യരെ പോലെ അതേ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ദൈവം നമ്മെ ഇനിയോടും സഹായിച്ച ആ ദൈവത്തിന്റെ അളവറ്റ കൃപകൾ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്കിടയാകും. ഇത് ദാവീദ് പറയുന്നു, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. വിലാപം എന്നുള്ളത് മനുഷ്യന് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. എപ്പോഴും കരയുക, എപ്പോഴും കണ്ണുനീര് തൂകുക നാം താല്പര്യപ്പെടുന്ന ഒന്നല്ല. അതേസമയം എപ്പോഴും സന്തോഷിക്കുവാൻ അവസരം കിട്ടുമെങ്കിൽ അത് സന്തോഷിക്കുവാൻ നാം ആവുന്നത് ശ്രമിക്കുന്നവരാണ്. അതേ ദാവീദ് പറയുന്നു, നീ എന്റെ രട്ട് അഴിച്ചു, എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. രട്ടിലിരിക്കുക, എല്ലാം നഷ്ടപ്പെട്ട് മൗനമായി നമ്മെ തന്നെ മറന്ന് നാം ആരെന്നു പോലും ചിന്തിക്കാതെ അതേ ഉള്ള അവസ്ഥയിലായിരിക്കുക എന്നുള്ളതും നമ്മൾ ഒരിക്കലും താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ല. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ ഈ 2 അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഞാന് കണ്ണുനീരോടെ വിലാപത്തോടെ എന്റെ ജീവിതത്തിന്റെ ദിവസങ്ങൾ തള്ളി നീക്കി. ഞാന് വെട്ടിലും വെണ്ണീരിലും ഇരുന്ന അവസരങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ദൈവം അവരുടെ അടുക്കിൽ ഇറങ്ങി വന്ന് വിടുവിച്ച് ദൈവത്തിന്റെ ഉദാഹരണം നൽകി, ദൈവത്തിന്റെ പരിപാലനം നൽകി, ദൈവം അവരെ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന്റെ വിധങ്ങൾ എത്രമാത്രം നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തെ വീണ്ടും വീണ്ടും അതെ വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ സഹായകനായി നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ യാചനയുടെ മുൻപിൽ, നമ്മുടെ കണ്ണുനീരിന്റെ മുമ്പിൽ നമ്മുടെ അടുക്കിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന ആ ദൈവത്തിന്റെ കരങ്ങളെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വിടുതലിന്റെ കരങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈ കർത്താവിനെ നമുക്ക് മറക്കുവാൻ സാധിക്കും? അതുകൊണ്ടാണല്ലോ 103-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികൾ ഓർക്കുമ്പോൾ നമുക്ക് ധാരാളമായി ദൈവത്തെ സ്തുതിപ്പാനുണ്ട്. ദാവീദ് പറയുന്നു, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ഘട്ടം നമുക്ക് അവിടെ വായിപ്പാനായിട്ട് സാധിക്കുന്നു. ദാവീദും അവന്റെ ആളുകളും സിക്ലാഗിൽ 3-ാം ദിവസം എത്തിയപ്പോൾ ആ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീവച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്ന അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതുമായ വസ്തുത അറിഞ്ഞ് ദാവീദും അവന്റെ ആളുകളും 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളും ഉറക്കെ കരഞ്ഞു. ദാവീദ് വലിയ കരച്ചിൽ, ഇസ്രായേലിന്റെ മധുരഗായകൻ, ഇസ്രായേലിന്റെ 2-ാമത്തെ രാജാവ്. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്ത് ജയശ്രീലതനായ ആ ദൈവമനുഷ്യൻ ശൗല് 1000 കൊന്ന് ദാവീദ് 10,000 കൊന്നുവെന്ന് ഇസ്രായേലിലെ കന്യകമാർ ഗാനപ്രതി ഗാനമായി പാടിയ ആ അനുഗ്രഹീതനായ ഇസ്രായേലിന്റെ രാജാവ്. നോക്കുക, ദാവീദും അവന്റെ ആളുകളും സിക്ലാഗിലേക്ക് മടങ്ങി വന്നപ്പോൾ കണ്ട ആ കാഴ്ചയുടെ മുൻപിൽ അവർ അന്താളിച്ചു പോയി. അവര് വളരെ ഉറക്കെ നിലവിളിപ്പാനിടയായി തീർന്നു. അവർ നേരിട്ട വിപത്ത് അത്രമാത്രം വലുതായിരുന്നു. അവരെ കണ്ണിന് വിശ്വസിക്കുവാൻ പറ്റാത്ത നിലയിലുള്ള പ്രതിസന്ധികളായിരുന്നു അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനം കരയുക മാത്രമല്ല, ദാവീദും അവന്റെ ആളുകളും കരയുക മാത്രമല്ല, തങ്ങളുടെ സ്വത്തുക്കളും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം അമാലേക്യർ പിടിച്ചുകൊണ്ടുപോയ ഈ പ്രതിസന്ധിയിൽ ദാവീദിനോടുകൂടെ ഞങ്ങൾ പോയിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള മനോവ്യതയിൽ അവനോട് കൂടിയുള്ള ആളുകൾ ദാവീദിന് വിരോധമായി അവനെ എറിയുവാനായി കല്ലെടുത്തു. ഏകനായി തീർന്ന അവസരങ്ങൾ, ആയിരങ്ങൾ ഒരിക്കൽ തന്നോട് കൂടി ഉണ്ടായിരുന്നു. ദൈവം താൻ ചെന്നിടത്തല്ല ജയം നൽകി. ഈ പ്രതിസന്ധിയിൽ ആരും തനിക്ക് ആശ്രയമില്ലാതെ ഏകനായി തീർന്ന ഒരു വലിയ വിപൽ ഘട്ടത്തിലേക്ക് ദാവീദ് എത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണ്ടു എന്നറിയാതെ തന്നോട് കൂടിയുള്ള ആളുകളെല്ലാം തനിക്ക് വിരോധമായി തീർന്നിരിക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ ദാവീദ് ബലമില്ലാതാകുവോളം കരയുകയാണ്. എന്നാൽ നാം ഇവിടെ വായിക്കുന്നു, ദാവീദ് ഈ ഘട്ടത്തിൽ അവൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അതിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ നാം നാളെ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, തിരമാലകൾ, വൈദുരണികൾ എന്നിവ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം, നിങ്ങളെ വേർതിരിച്ച ദൈവം, നിങ്ങളെ ഈ ന്യായമായി തരാമെന്ന് പറഞ്ഞവൻ, പ്രൈസലോ, നിങ്ങൾക്ക് ഇന്നുവരെ സഹായകനായിരുന്ന ദൈവം, അവൻ നിങ്ങളുടെ സമീപേ ഉണ്ട്. ആ ദൈവം നിങ്ങളെ വിട്ട് കടന്നു പോകുന്നവനല്ല. 46-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ വിപരീത സാഹചര്യങ്ങളിൽ നമ്മുടെ അടുക്കൽ കടന്നു വന്ന് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റു ദൈവങ്ങളെ പോലെ ഒരു ദൈവമല്ല. നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മെ കരം പിടിച്ച് നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദാവീദിനെ പോലെ ഈ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം അറിയാതെയല്ല ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ള ഒരു അകത്തെ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് വിപരീത സാഹചര്യങ്ങളും നാം ഒരിക്കലും പതറിപ്പോകേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തിൽ ധൈര്യപ്പെടുവാനായിട്ടിടയായി തീരണം. ജീവിതത്തിൽ എല്ലാ അവസരങ്ങളിലും ഒരു പക്ഷെങ്കിൽ ജോലി നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കുക, മാരകമായ രോഗത്തിന് നമ്മൾ അടിമയായി തീർന്നു എന്നിരിക്കുക, ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടു എന്ന് വരാം. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ അടുക്കൽ കടന്നു വന്ന് നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ഉള്ളിൽ ബലം നൽകുവാൻ കഴിയുന്ന ആ ദൈവത്തിൽ നമുക്ക് ധൈര്യപ്പെടുവാൻ ഇടയായി തീർന്ന അങ്ങനെയുള്ള ജീവിതം എല്ലാ കാലവും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദാവീദ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ദൈവത്തിൽ
ധൈര്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും നമ്മള് 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദിന്റെ മകനായ അബ്ശാലോം രാജകുമാരൻ തനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി താൻ ഇസ്രായേലിന്റെ രാജാവായിരിക്കെ തന്റെ രാജാസ്ഥാനം നഷ്ടപ്പെടുത്തുവാൻ താൻ ചിലരുമായി കൂടി ആലോചന നടത്തി തനിക്ക് വിരോധമായി ആളുകളുമായി ഓടിയെടുക്കുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് കാലിൽ ചെരുപ്പിടാതെ തല മൂടാതെ താനും തന്റെ ആളുകളും കൂടെ കിദ്രോനോട് കടന്നു പോകുമ്പോൾ അതിനേക്കാളെല്ലാം ദുഃഖകരമായ ഒരു സംഭവം ശിമെയി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ തന്നെ ശപിച്ചും കൊണ്ട് ദാവീദിന്റെ പിന്നാലെ വരികയാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ദാവീദിന്റെ ആയുധവാഹകൻ ദാവീദിനോട് പറഞ്ഞു, യജമാനെ, ഞാൻ അവനെ വെട്ടിക്കളയട്ടെ, ഒരു വെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് തിരിഞ്ഞ് ആ ആയുധവാഹകനോട് പറഞ്ഞു, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു പക്ഷെങ്കിൽ ദൈവം അവനോട് എന്നെ ശപിക്കുവാൻ പറഞ്ഞിരിക്കാം. എന്നാൽ ദൈവം ഒരു ദിവസം ഇത് നോക്കി ഈ ശാപം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവനെ ആ വലിയ ദുഷ്പ്രവർത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ വേദനയുടെ നിമിഷങ്ങൾ നമ്മുടെ കടന്നു വരാം. ദാവീദ് ഇവിടെ പറയുന്നു, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്ന് എന്നെ ഈ രാത്രിയിൽ ശ്രദ്ധിക്കുന്ന പ്രിയ വാത്സല്യ ദൈവമജനത്തോട് എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, യേശു കർത്താവ് തന്റെ ദേഹം എന്ന തിരശ്ശീല കാൽവറിയിൽ നമുക്ക് വേണ്ടി ചീന്തി തന്റെ പുത്രനിലൂടെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, അമ്പാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള സാവകാശം നമുക്ക് നൽകി തന്നെങ്കിൽ, ഈ ദൈവത്തെ നാം നിർമ്മല മനസാക്ഷിയോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ സേവിക്കുന്നുവെങ്കിൽ, ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അടുക്കൽ വന്ന് നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നമ്മുടെ പരിസ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ, നമ്മുടെ എല്ലാ ദുഃഖവേളകളിലും ആശ്വാസം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. വീണ്ടും ദാവീദ് ഇവിടെ പറയുന്നു, നീ എന്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, യാക്കോബ് ഏറ്റവും സ്നേഹിച്ച തന്റെ മകനായ യോസേഫ്, സഹോദരന്മാരുടെ ക്ഷേമവർത്തമാനം അറിയുവാൻ യാക്കോബ് ഈ യോസഫിനെ സഹോദരന്മാരെ അടുക്കിലേക്ക് അയച്ചതാണ്. തന്റെ സഹോദരന്മാർ യോസഫിനെ അകലെ വെച്ച് കണ്ടപ്പോൾ, ഇതാ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് അവരെ കൂട്ടം കൂടി അവന്റെ വസ്ത്രം അവനിൽ നിന്ന് പിടിച്ച് ഊരി ഒരു ആടിനെ കൊന്ന് അവന്റെ രക്തം ആ ചോരയിൽ മുക്കി തന്റെ പിതാവിനെ കൊണ്ട് കാണിക്കുകയാണ്. യാക്കോബിനോട് പറഞ്ഞു, ഇത് എന്റെ മകൻ യോസഫിന്റെ അങ്കിയാണോ നോക്കി അറിയുക. ഇത് അവന്റെ അങ്കിയാകുന്നുവെങ്കിൽ ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ച് തിന്നുകളഞ്ഞു, അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വർത്തമാനം കേട്ട യാക്കോബ് 15-ാം അധ്യായം നമ്മുടെ 34-ാം അധ്യായത്തിന്റെ 45 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, 37-ന്റെ 34 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, യാക്കോബ് തന്റെ വസ്ത്രം പിടിച്ചൂരി വലിച്ചു കീറി രട്ടുടുത്ത് താൻ വളരെ ദുഃഖിതനായി, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു ദീർഘ വർഷങ്ങൾ ഭവനത്തിൽ ദുഃഖിതനായി യാക്കോബ് കഴിയേണ്ടതായി. നോക്കുക, ഇങ്ങനെ ദുഃഖിതനായി ഭവനത്തിൽ യാക്കോബ് കഴിയുമ്പോൾ, വളരെ പിറുപിറുപ്പോടെ, വളരെ ഭാരത്തോടെ, വളരെ നിരാശയോടെ, തന്റെ മകനെ കുറിച്ചുള്ള ചിന്താഭാരത്തോടുകൂടെ യാക്കോബ് കഴിയുമ്പോൾ, ഒരു സുപ്രഭാതത്തിൽ യാക്കോബ് കേട്ട വർത്തമാനം, യാക്കോബേ, നിന്റെ മകനായ യോസേഫ് ജീവനോടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. യാക്കോബ് കേൾക്കുന്ന വർത്തമാനം ഇതാണ്. ഒരിക്കൽ തന്റെ മക്കൾ വന്ന്, ഈ യോസേഫിന്റെ അങ്കിയാണെങ്കിൽ അവനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കളഞ്ഞു, കീറിക്കളഞ്ഞു, അവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന അതേ സഹോദരന്മാര് തന്നെ യാക്കോബിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്,
ഇത് നിന്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീമിനൊക്കെയും അധിപതിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ യാക്കോബിന് പോലും ആ കാര്യം ഓർക്കുവാനായിട്ട്, അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യോസേഫ് കൊടുത്തയച്ച രഥങ്ങളെ കണ്ടപ്പോൾ, യോസേഫ് യാക്കോബിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊടുത്തയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യാക്കോബ് പറയുന്ന ഇങ്ങനെയാണ്, മതി, എന്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുൻപ് പോയി അവനെ കാണുമെന്ന് പറഞ്ഞ് യാക്കോബ് ധൈര്യപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മുടെ നിരാശകൾ മാറ്റുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ വേദനകൾ മാറ്റുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷമായി അനേക ഭവനങ്ങൾ വളരെ നിരാശയോടുകൂടെ, വളരെ ദുഃഖത്തോടുകൂടെ കഴിയുന്ന അനേക ഭവനങ്ങളെ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭർത്താക്കന്മാര് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്ത് അവർക്ക് അവരെ കൊറോണ ബാധിച്ച് ആ മരുഭൂമിയിൽ അവരെ ഏതോ മണലാരുണ്യത്തിൽ അവരെ മൂടിക്കളഞ്ഞു. അവരുടെ കുടുംബങ്ങൾ ഇന്നും ദുഃഖത്തിലും വേദനയിലുമായിരിക്കുകയാണ്. മനുഷ്യന്റെ വാക്കുകൾക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അനേക വേദനകൾ അവരുടെ ജീവിതത്തിൽ പുലമ്പുന്നുണ്ട്. എല്ലാം പലതും നഷ്ടപ്പെട്ട് നിരാശയോടുകൂടെ കഴിയുന്ന അനേകരുണ്ട്. കേരളത്തിൽ ഇന്ന് അനേകം ആളുകൾ ജോലി നഷ്ടപ്പെട്ട് വളരെ നിരാശയോടുകൂടെ കഴിയുന്നുണ്ട്. ഗൾഫ് നാടുകളിൽ കാണാം. എന്നെ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഇന്ന് രാത്രി ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശം ഇതാണ്: ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും തള്ളിക്കളയരുത്. ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തെ പിൻപറ്റുക, ദൈവത്തിന് നന്ദി കരേറ്റുക, ദൈവത്തെ നമ്മൾക്ക് മഹത്വപ്പെടുത്തുക. ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ്. അവൻ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന ദൈവമാണ്. അവൻ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവമാണ്. അവൻ നമ്മുടെ രക്ഷ അഴിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവമാണ്. എന്തിനാണ് ദൈവം ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾക്ക് കൂടെ കേട്ടല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. എല്ലാറ്റിനും ഉപരി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന്, നമുക്ക് ആയുസ് നൽകിത്തന്ന, നമുക്ക് ദീർഘായുസ് നൽകിത്തന്ന, നമുക്ക് ദിവസങ്ങൾ നൽകിത്തന്ന, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ ദൈവത്തിന് നന്ദി കേട്ടിടുവാൻ, ഞാൻ മൗനമായിരിക്കാതെ കർത്താവിന് സ്തുതി പാടുക, ഈ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുക, ഈ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുക. ദൈവം നല്ലവൻ തന്നെയാണ്, അവൻ എല്ലാവർക്കും നല്ലവനാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയമാണ്. അതുകൊണ്ടാണല്ലോ 118 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം വിളിച്ചു പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ആശ്രയ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കാം. നമുക്ക് ദൈവവുമായുള്ള ബന്ധം എപ്രകാരമുണ്ട്? നമുക്ക് ദൈവത്തെ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കുവാൻ ഇടയായിത്തീരുന്നുണ്ടോ? ജീവിതയാത്രയിൽ നമുക്ക് ദൈവത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് മറുപടി തന്ന് നമ്മുടെ കാലുകളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഈ വലിയ ദൈവത്തെ സേവിപ്പാൻ ഇടയായി തീർന്നത് എത്രയോ ഭാഗ്യമാണ്. ഈ ദൈവത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിച്ചത് എത്രയോ ഭാഗ്യകരമായ അനുഭവമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇരമ്യാവുകളുടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 3-ാം അധ്യായം അതിന്റെ 57-ാമത്തെ വാക്യങ്ങൾ: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എന്റെ അടുക്കൽ വന്നു. നോക്കുക, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വരുന്ന ദൈവം. മറ്റു ദൈവങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർക്ക് ഉത്തരം അറിയുവാൻ സാധിക്കാതെ, അവരുടെ വായുണ്ടെങ്കിലും സംസാരിക്കാതെ, ആശ്ലേഷിപ്പാൻ കഴിയാതെ നിൽക്കുമ്പോൾ നാം സേവിക്കുന്ന ദൈവം ഉന്നതനായ ദൈവം, സർവത്തിന്റെയും സൃഷ്ടാവായ ദൈവം, നമ്മെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവൻ, നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയവൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നവൻ, തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലാക്കിയവൻ, ഞാൻ ലോകാവസാനത്തോളം നിന്നെ നടത്താമെന്ന് പറഞ്ഞ ആ ദൈവം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന്
ഭയപ്പെടേണ്ട എന്നുള്ള ധൈര്യകരമായ വാക്ക് നൽകി തന്ന് നമ്മെ ഉറപ്പിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്താം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ അതേ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ ഇരുപതാമങ്ങളുടെ പുസ്തകം നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് എന്നേക്കും തള്ളിക്കളയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാ കരുണയ്ക്കൊത്തവണ്ണം അവന് നമ്മളോട് കരുണ തോന്നും. കർത്താവ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് തോന്നും, കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു, പ്രാർത്ഥന കേൾക്കുന്നില്ലേ, അവൻ എന്റെ യാചനയ്ക്ക് മറുപടി തരുന്നില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ ഭരിക്കുക. എന്നാൽ ഒരിക്കലും നമ്മെ തള്ളിക്കളയാത്ത ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ഈ ദൈവത്തെങ്കിൽ നമുക്കൊന്നും കൂടെ ആശ്രയിക്കുക. ഈ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെ തുറന്നു പറയാ. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, നീ അവരെ ആശ്വസിപ്പിക്കുകയും നീ അവരെ വിടിവിക്കുകയും ചെയ്തല്ലോ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ വിപരീത സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ നിരാശയുടെ വേളകളിൽ ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ, നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് അവന്റെ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. അതെ, ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മഹാധനികനായ ഒരു മനുഷ്യൻ തന്റെ അടുക്കൽ വന്ന പ്രജകൾക്ക് അതെ ഓരോ ചെറിയ സഞ്ചിയിൽ കെട്ടി കുറച്ച് ധാന്യങ്ങൾ കൊടുത്തു, കുറച്ച് നാണയത്തുട്ടികൾ കൊടുത്തു. അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ജീവിതകാലം കഴിയുവാനുള്ളതായ എന്റെ സമ്പാദ്യമാണ്. എന്നാൽ പലരും ഇത് ഏറ്റുവാങ്ങി. എന്നാൽ ഒടുവിലായി ഒരുത്തൻ ഇത് ഏറ്റുവാങ്ങില്ല. അവന് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അവൻ ചെയ്തത്, അവൻ ആ നാണയത്തുട്ടികൾ കൊടുത്ത ആ യജമാനനെ അവൻ കെട്ടിപ്പിടിച്ചു. അവൻ പറഞ്ഞു, നീ എന്താണ് ചെയ്യുന്നത്, എന്നെ വിടുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അങ്ങ് കൊടുത്തയച്ച തന്ന നാണയത്തുട്ടികൾ തീരുന്നതാണ്. ഇത് തീർന്നാൽ ഇതിൽ നിറയ്ക്കുവാൻ ആരുമില്ല. എനിക്ക് ആവശ്യം നാണയത്തുട്ടികളല്ല, ഇന്ന് അതെ ഇത് നൽകുന്ന ദാതാവിനെയാണ് എനിക്ക് ആവശ്യം. എനിക്ക് ആവശ്യം അങ്ങയാണ്. എനിക്ക് അങ്ങയോട് ചേർന്നിരിക്കുന്നതാണ് താല്പര്യം. അങ്ങ് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്റെ നിരാശകൾക്ക്, എന്റെ വേദനകൾക്ക്, എന്റെ ആവശ്യങ്ങൾക്ക് എല്ലാം ശാശ്വതമായ പരിഹാരമുണ്ട്. ആ മനുഷ്യനെ പോലെ നമുക്ക് ദൈവത്തോട് അഭേദ്യമായി ചേർന്നിരിക്കുക. ആ ദൈവത്തോട് നമുക്ക് അത് ചേർന്ന് വസിക്കുക. ആ ദൈവത്തെ നമുക്ക് ചുംബനം ചെയ്യാം. ആ ദൈവത്തെ നമുക്ക് ആലിംഗനം ചെയ്യാം. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടിവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നാം വായിച്ച നമ്മുടെ കുറിവാക്യം ഇതാണ്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എന്റെ രട്ടടിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. അതെ, ഈ കർത്താവ് നാം അല്പകാലം ഈ ഭൂമിയിലായിരിക്കുന്നു. എത്രയും താമസമിന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അതേ മേഘാരൂഢനായി നമ്മുടെ കർത്താവ് വരും. ആകാശമേഘങ്ങളെ വാഹനമാക്കി നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാം പ്രതീക്ഷ, നമ്മുടെ നിരാശകളെല്ലാം മാറ്റപ്പെടുന്ന സുദിനം നമ്മുടെ കർത്താവിന്റെ വരവാണ്. നമ്മുടെ കർത്താവിനെ നാം മുഖാമുഖമായി കാണുന്ന ഒരു സുദിനം മുൻപിലുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന ആ വലിയ സുദിനത്തെ നമുക്ക് അതേ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി വിശുദ്ധിയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ വചനങ്ങൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ പിൻപറ്റാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാനൊരു പഴയ പാട്ടിന്റെ ഈരടികൾ പാടുന്നു, അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം. ആത്മാവാ വഴി കാട്ടി എന്നെ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പി താനിമ്പ മൊഴി കേൾപ്പി സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നീ
വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നീ വീട്ടിൽ ഞാൻ. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന, നമ്മളെ അടിച്ച് നമ്മെ സന്തോഷമൊടിപ്പിക്കുന്ന സർവശക്തനായ ദൈവം ഈ വാക്കുകളാൽ നമ്മെ ഓരോരുത്തരെയും ഈ രാത്രി ധൈര്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇത്രത്തോളം സമയം നൽകി തന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും സഭയ്ക്കും എൻ്റെ ഹൃദയാംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇളയവനെ ഓർത്തും പ്രാർത്ഥിക്കണമേ. കർത്താവ് നമ്മെ സഹായിക്കും. കർത്തദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് രാത്രി നാം കേൾക്കുകയുണ്ടായി. കർത്താവിന്റെ ദാസനെ ഓർത്ത് പിന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാല സഭയുടെ നാമത്തില് വ്യക്തിപരമായിട്ടുമുള്ള എല്ലാ നന്ദിയും സ്നേഹവും വന്ദനയോ അറിയിക്കുന്നു. കർത്തദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ജീവിതത്തിൽ അത് ഏറ്റെടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വന്ന സമയം മുതൽ ഇത്രത്തോളം അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾക്കായിരിക്കാൻ അവിടുന്ന് സഹായിച്ചു. ജീവനുള്ള സാക്ഷ്യങ്ങളെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിച്ചു. അവിടുത്തെ സന്നിധിയിലായിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. കർത്താവിന്റെ ദാസിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ദൈവമേ, നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി, എന്റെ രട്ടഴിച്ച് എനിക്ക് സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളിലൂടെ, ഭാരങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ദൈവാത്മാവ് കർത്താവെ ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ. ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഞങ്ങളുടെ വേദനയെ, ഞങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പുന്ന, ഞങ്ങളുടെ ഭാരത്തെ മാറ്റുന്ന ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ പിന്നെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എത്ര ഭാരമേറിയ വിഷയങ്ങൾ കൂടെ കടന്നുപോയെങ്കിൽ അതിന് നടുവിൽ അത്ഭുതകരമായി ഞങ്ങളെ വിടുവിക്കുന്ന നല്ല ഒരു ദൈവത്തെയാണ് എന്ന് ഞങ്ങൾ സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരങ്ങളിൽ വഹിക്കണമേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പല വിഷയങ്ങൾ ഓർപ്പിച്ചല്ലോ. അതിന്മേലെല്ലാം കർത്താവ് പ്രവർത്തിക്കണം. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവരെ പിന്നെ ഓർക്കുന്ന പൂർണ്ണ വിടുതൽ നൽകി മാനിക്കണം. എന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, പലവിധ വിഷയങ്ങൾ ഭാരം അനുഭവിക്കുന്നവര്, വേദനിക്കുന്നവര്, അവരുടെ എല്ലാ വിഷയത്തിന്മേലും കർത്താവ് മറുപടി കൊടുത്ത് മാനിക്കണമേ. മാനസികമായി, ശാരീരികമായി കർത്താവ് ബലപ്പെടുത്തണമേ. ശക്തിയോടെ കർത്താവ് നിർത്തണമേ. പ്രത്യേക കർത്താവെ, അടുത്ത ദിവസം വീണ്ടും അടിയങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വരെ അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അത്ഭുത ചിറകിൻ മറവിൽ സൂക്ഷിക്കണം. യാതൊരുവിധ ആപത്തുകളോ അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ ആരുടെയും ജീവിതത്തിൽ കടന്നു വരാതെ കർത്താവ് സൂക്ഷിക്കണം. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ ദൈവകരങ്ങളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ. പ്രത്യേക കർത്താവിന്റെ ദാസനെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സൗഖ്യമില്ലാതെ വളരെ ഭാരപ്പെട്ട ദിവസങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചല്ലോ. വിടുതലിനെ ഓർത്ത് പിന്നെയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് പിന്നെയും അത്ഭുതകരമായി നടത്തണമേ. ഒരിക്കലൂടെ എല്ലാ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയുയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോടും തള്ളവടക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. എഞ്ചലിൻ